ഞങ്ങളെ ഒരു 10 പേര് കൂടി, 10 പേരെന്ന് പറഞ്ഞാൽ 10 പേരുണ്ടായിരുന്നു. ഒരാൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗൾഫിൽ പോയി. ബാക്കി 9 പേര് കൂടിയിട്ട് ഞങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയി. ഇൻ്റർനാഷണൽ എന്നൊന്നും പറയാൻ തായ്ലൻഡ് വരെ പോയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ പിന്നെ ഇവന്മാരിൽ ഇഷ്ടം പോലെ കാശുണ്ടാവും, അത് ചിലവാക്കാൻ പോയതാണ്. അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 2000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും നീക്കി വയ്ക്കും. ഓക്കെ, അത് ഇടയ്ക്ക് ഫാമിലി ഗാദറിങ് അങ്ങനെയൊക്കെ വെച്ച് അവസാനം നമുക്ക് ഒന്ന് വിദേശത്തേക്ക് പോകാൻ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് പോയത്. അപ്പം ശരിക്ക് നമ്മളുടെ എയർപോർട്ടിൽ ചെന്നപ്പോൾ ഇന്ത്യൻ റെയിൽവേനെ നമ്മളൊന്ന് അനുസ്മരിപ്പിച്ചു. കാരണം എന്താ വെച്ചാൽ ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. പിന്നെ അവിടെ അതും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി പറ്റി. ഏത് അവിടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സംഗതി എന്ന് പറയുമോ, നമുക്ക് കടുവേനെ, അതായത് ഒറിജിനൽ ടൈഗർ നമുക്കിങ്ങനെ തലോടി ഇത് ചെറിയൊരു ചങ്ങലയും കൊണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അവന്മാർ ഇതിൻ്റെ ട്രെയിനേഴ്സ് 2-3 പേര് ചുറ്റും നിൽപ്പുണ്ടാവും. അവർ അതിന് നമ്മളുടെ മേത്തേക്ക് ശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും. നമുക്കതിൻ്റെ പുറകെ പോയിരുന്ന് ഇങ്ങനെ തലോടി ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൈഫിലെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് ജീവനുള്ള കടുവേനെ തൊടാൻ പറ്റുമോ? കാണാൻ വീഡിയോയിൽ കാണാൻ കാഴ്ചകളെ പോയാലൊക്കെ കാണാം. പക്ഷേ ഇതിനൊന്ന് തൊടുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമൊന്നുമില്ല. അതെന്തായാലും അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. ഇന്ത്യയിലുണ്ടോയെന്ന് എനിക്കറിയാൻ പറ്റില്ല, ഇല്ലെന്നാണ് എൻ്റെ അറിവ്. ഇത് അവിടെ ചെന്നാൽ ഒരു കാരണവശാലും മിസ്സാക്കും. പിന്നെ സിംഹം, കാട്ടിലെ രാജാവ്. സിംഹത്തിനെ തലോടാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമോ? അവിടെ ചെന്നപ്പോൾ അത് ഞങ്ങളുടെ പാക്കേജിൽ ഉണ്ടായിരുന്നതല്ല. കടുവേനെ തലോടുന്ന ആ ഒരു ഏരിയയിൽ ഒരു സിംഹക്കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാരും അതിന് തയ്യാറായില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തായാലും അവിടെ വരെ പോയി. അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു 250 ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ 2 രൂപ കൊടുത്താലാണ് അവിടെ അവരുടെ ബാത്ത് 1 രൂപ കിട്ടുക. അപ്പോൾ 250 ബാത്ത് അത് കൊടുത്തിട്ട് ഞാൻ ആ സിംഹത്തിൻ്റെ കൂടെ ഇരുന്നൊന്നും തലോടി തഴുകി എണീറ്റ് പോന്നു. എന്താ പറയുക, ഒരു സുഖം. പിന്നെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് തൂണുകളിൽ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു ഫുൾ മാർക്കറ്റൊക്കെ സെറ്റ് ചെയ്തേക്കുക. ഒരുപാട് ഏരിയ ഉണ്ട്, ഒരുപാട് കടകൾ. ഫുഡാണ് മെയിൻ. അത് കൂടാതെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഒരു 99% പാൻട്രികൾ, അതായത് കിച്ചൺ വഞ്ചിയില. കാരണം ഈ മാർക്കറ്റിൻ്റെ സൈഡിൽ വഞ്ചി കൊണ്ട് നിർത്തും. അതിൻ്റെ അകത്ത് സ്റ്റൗ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം അവർ അവിടുന്ന് കുക്ക് ചെയ്ത് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. അതുകൊണ്ട് എന്താ പറയുക, വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ള സംഗതിയാണ്. പലതരം എൻ്റർടൈൻമെൻറ്റ്സ് ആക്ടിവിറ്റിയൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയത് പകല, പക്ഷേ രാത്രിയാണെങ്കിലും ഒന്നുകൂടെ രസമെന്നാണ് അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടത്. എന്താ പറയുക, നമുക്കിവിടെയൊക്കെ ചെയ്യാവുന്ന സംഗതികളാണ്. പക്ഷേ ചെയ്യുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? ബാത്ത് കൊടുത്ത് ഈ മാങ്ങാക്കൊല മരിച്ചേക്കണേ. അതാ തേങ്ങാക്കൊല. അതെ.
നമുക്ക് അവിടെ ചെന്നിട്ട് വേറെ ഒരു റയർ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ മുതല. നമ്മൾ മുതലേനെ കണ്ടിട്ടുണ്ട്, എന്താ പറയുക, ഒരുപാട് നമ്മുടെ നാട്ടിൽ മുതല നമ്മളെ തിന്നും, അവിടെ ചെന്ന് നമുക്ക് മുതലേ തിന്നാം. അങ്ങനെ വ്യത്യാസമുണ്ട്. വലിയ സൈസുള്ളതല്ല കേട്ടോ, ഒരു ആവറേജ് എനിക്ക് തോന്നുന്നത് ഒരു 10-50 കിലോ ഒക്കെ കാണുമായിരിക്കും, 50-60 കിലോ ഒക്കെ കാണുമായിരിക്കും ഓരോ മുതലയും. അതിങ്ങനെ അവർ ഭംഗിയായിട്ട് തൊലിയൊക്കെ പൊളിച്ച് ക്ലീൻ ചെയ്ത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചേക്കുവാണ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എടുത്ത് ഈ ഓൾറെഡി ഗ്രില്ല് ചെയ്യുന്ന സംഗതി അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നോടെ ഗ്രില്ല് ചെയ്തിട്ട് സ്പെഷ്യലായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് നമുക്ക് തരും. ഒരു പ്രത്യേക രുചി കേട്ടോ അത്. നമ്മൾ അവിടെ ചെന്നാൽ നിർബന്ധമായിട്ടും കഴിക്കണം. ഒരു എന്താ പറയുക, നമുക്കൊരു മോശം ടേസ്റ്റ് അല്ല, നമ്മളുടെ ബീഫിൻ്റെ അത്രയൊന്നും എത്തില്ല, പക്ഷേ അതിനൊക്കെ താഴെ നിൽക്കും. സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ, അത് മിസ്സാക്കിയാൽ പോയി. പിഗ് പലതരം വെറൈറ്റിയാണ്. അത് ഇവിടെ നമ്മുടെ നാട്ടിലും കിട്ടുന്നുണ്ട്, പക്ഷേ അവരുടെ എന്തൊക്കെയോ മസാല ഒക്കെ ചേർക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു രുചിയല്ല. അതിനേക്കാളും ഒരു പിന്നെയും കഴിക്കാൻ തോന്നുന്ന ഒരു പ്രത്യേക രുചിയാണ്. അതും ഒന്ന് ട്രൈ ചെയ്യാവുന്ന സംഗതിയാണ്. പിന്നെ ചാണകപ്പുഴുണ്ട്, തേളുണ്ട്, വീട്ടിൽ. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടാൽ തല്ലി കൊടുത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനത്തിനും അവർ കൊണ്ടുവന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് തരും. അത് കഴിക്കാനുള്ള ശക്തി ഉണ്ടായില്ല, അതുകൊണ്ട് കഴിച്ചില്ല. അവിടെ ഒരു അൽക്കസർ ഷോ ഉണ്ട്. അൽക്കസർ ഷോ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് പെർഫോമൻസ് ആണ്. അതിൻ്റെ സ്റ്റേജൊക്കെ എന്ന് പറഞ്ഞാൽ വെൽ എക്യുപ്ഡ്. അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഉള്ള സമയത്താണ് ബാക്ക്ഗ്രൗണ്ട് സീൻസൊക്കെ മാറുക. നല്ല സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ ആന്ന് തോന്നും, പക്ഷെ എല്ലാ ആണുങ്ങളാണ്, ട്രാൻസ്ജെൻഡേഴ്സാണ്. അവിടെ ഒരു പെർഫോമൻസാണ്. നല്ല ഒരു രസമുള്ള സംഗതിയാണ്. കുറച്ചേ മൊബൈൽ എടുക്കാൻ സമ്മതിക്കുള്ളൂ. അതായത് മൊബൈലൊക്കെ നമ്മൾ എടുത്ത് ഓണാക്കിയൊക്കെ ഫിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് കിട്ടിയത് അവർ ഈ നിർത്തൂ എന്ന് പറയുന്നവരെ കിട്ടിയത് കാണിക്കുന്നുണ്ട്.
ഈ പാരാഗ്ലൈഡിങ്, അതായത് നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷേ അവർ അതിന് കടലിൻ്റെ നടുക്ക് ഒരു സ്റ്റേഷൻ അതിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുക. അതായത് പട്ടായയിൽ നിന്ന് നമ്മൾ ഒരു ദിവസത്തെ യാത്രയാണ്. പട്ടായയിൽ നിന്ന് പാരാഗ്ലൈഡിങ്, പിന്നെ അണ്ടർ സീ വാക്കിങ്, പിന്നെ കോറൽ ഐലൻഡ്. ആദ്യം പോകുന്നത് പട്ടായയിൽ നിന്ന് നമ്മൾ ബോട്ടിൽ നമ്മളെ ഈ പാരാഗ്ലൈഡിങ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് അവിടെ പാരാഗ്ലൈഡിങ്ങിന് അവർ പ്രത്യേകം കുപ്പായൊക്കെ ഇടിച്ച് നമ്മളെ സെറ്റാക്കി നിർത്തും. ഒരാൾ വന്നു കഴിയുമ്പോൾ അപ്പം തന്നെ അയാളെ മാറ്റിയിട്ട് അടുത്ത ആളെ കൊളുത്തി വിടും. നമുക്ക് ഈ ഡിപ്പ് വേണമെന്ന് ചോദിക്കും. ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഏകദേശം 10-100 അടി പൊക്കത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഡിപ്പ് വേണമെന്ന് പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ബോട്ട് സ്പീഡിൽ പോകുമ്പോഴാണ് നമ്മൾ ഹൈറ്റിലേക്ക് പോണേ. ഡിപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഇവന്മാർ നേരെ ബോട്ടങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പം നേരെ അതായത് എന്താ പറയുക, അടയ്ക്കാരത്തേക്ക് കയറി കൈവിട്ടു താഴേക്ക് പോരില്ലേ എന്ന് പറഞ്ഞ പോലെ വെള്ളത്തിൽ വീഴും. വെള്ളത്തിൽ ഒരു 5-6 മീറ്റർ നമ്മൾ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വലിച്ചിട്ട് വീണ്ടും ബോട്ട് സ്പീഡ് കിട്ടുമ്പോൾ കറങ്ങി, അത് അവിടെ ചെന്നാൽ മിസ്സാക്കരുത് കേട്ടോ. ഭയങ്കര കാരണം എന്താ വെച്ചാൽ പറന്ന് കിടക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റൂലല്ലോ. ഇങ്ങനെയൊക്കെ അല്ലേ പറ്റുള്ളൂ. നമ്മൾ ഈ പാരാഗ്ലൈഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് അടുത്ത സ്റ്റേഷൻ, അത് എല്ലാം കടലിൻ്റെ ഉള്ളിലാണ്. അതിന് അണ്ടർ വാട്ടർ വാക്കിംഗ് എന്നാണ് അവർ പറയുന്നത്. അതായത് കടലിൻ്റെ അടിയിൽ ആ ഒരു സ്റ്റേഷൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ഇറക്കി വിടും. അതൊരു എനിക്ക് തോന്നുന്നു 15-20 കിലോ വെയിറ്റ് ഉണ്ട് ആ ഹെൽമെറ്റിന്. നമ്മൾ ഇറക്കി വിടുമ്പോൾ ആ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ അവരൊപ്പം തന്നെ ഓക്സിജൻ്റെ വാൽവ് അതിൽ കണക്ട് ചെയ്യും. എന്നിട്ട് താഴോട്ട് ഇറക്കും. താഴോട്ട് ഇറക്കി ചെല്ലുമ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ വെയിറ്റും കൊണ്ടാണ് നമ്മൾ താഴെ വെള്ളത്തിൽ പൊങ്ങി പോരാതെ നിൽക്കുന്നത്. ഈ ഹെൽമെറ്റ് ഒരു പ്രത്യേകതരം ഹെൽമെറ്റാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. ചെവി അടയും. അപ്പോൾ അവർ പറയും അതിന് മുമ്പ് അവരൊരു ക്ലാസ്സൊക്കെ ഉണ്ടാവും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആ ഡയറക്ഷൻസൊക്കെ ഓർത്തിരുന്നാൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അവിടെ നമുക്ക് ഹാൻഡ് റെയിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഹാൻഡ് റെയിലിൽ പിടിച്ച് ഇങ്ങനെ നടക്കാം. അതായത് അപ്പം കുറച്ചങ്ങ് ചെല്ലുമ്പം മീനുകൾ അവർ ബ്രെഡ് തരും നമുക്ക്. ആ ബ്രെഡ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മീനുകൾ നമ്മുടെ കയ്യിൽ വന്ന്, കടൽ മത്സ്യങ്ങൾ വലിയ സൈസുള്ളതൊന്നുമല്ല, മത്സ്യങ്ങൾ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് മീനൊക്കെ ഈ ബ്രെഡ് കൊത്തിപ്പറിച്ച് തിന്ന് അങ്ങനെയും കയറി വരും. അതും നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ അതിന് ശേഷം പോകുന്നത് കോറൽ ഐലൻഡിലേക്കാണ്. നമ്മൾ എല്ലാം ബോട്ടിലാണ് പോകുന്നത്. ഈ കോറൽ ഐലൻഡിൻ്റെ പ്രത്യേകത പഞ്ചസാര പോലത്തെ മണൽ, വെളുത്ത മണൽ, വെള്ളത്തിന് കലക്കൽ എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. കാണാൻ തന്നെ ഭയങ്കര ഒരു രസമാണ്. അവിടെ നമുക്ക് കുറേ നേരം ഇരിക്കാൻ തുടങ്ങി. ഞങ്ങൾ ചെന്നത് ഉച്ച സമയത്തായിരുന്നു, പക്ഷേ വൈകുന്നേരം ആണെങ്കിൽ ഒന്നുകൂടെ ബ്യൂട്ടിഫുള്ളാണ് അവിടെ. കാരണം നമ്മൾ ഈ പാക്കേജൊക്കെ ആയിട്ട് ടൂർ പാക്കേജിൽ പോകുമ്പോൾ അവരോരോ ടൈം ഫിക്സ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കങ്ങനെ സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇത് അവിടെ പലതരം ആക്ടിവിറ്റി ഉണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ, ഞാനിതുവരെ കണ്ടിട്ടില്ല, ഇന്ത്യയിൽ ഞാൻ അങ്ങനെ ഒരു കടൽ തീരം കണ്ടിട്ടില്ല. കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ്. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണീര് പോലത്തെ വെള്ളം, അടി മൊത്തം വെളുത്ത മണൽ, പിന്നെ അതിൻ്റെ അകത്ത് ബോട്ടിങ്, പിന്നെ ബലൂൺ, ബനാന ബോട്ട്, അങ്ങനെ പല പല പരിപാടികളുണ്ടായിരുന്നു. അവരും എന്താ പറയുക, ചില ആൾക്കാരെ ബോട്ടിൽ നിന്ന് മറിച്ചിടണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, മറിച്ചിടണം, എങ്ങനെ ഡിപ്പിങ് എന്ന് ചോദിക്കും. അപ്പം ഹാ എന്ന് പറഞ്ഞാൽ ഭാഷയൊന്നും അറിയില്ല, ഹാ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവരുകൊണ്ട് അവസാനം മറിച്ചിട്ടുള്ളൂ നമ്മളെ. ഈ നമ്മളുടെ
ഈ ബുദ്ധൻ്റെ, അതായത് പ്രധാനപ്പെട്ട മതം ബുദ്ധമതമാണ്. ബാങ്കോക്കിൽ 2 ടെമ്പിൾസ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള 2 ടെമ്പിൾസ് ഉണ്ട്. ഒന്ന് ഗോൾഡൻ ടെമ്പിൾ, പിന്നെ മാർബിൾ ടെമ്പിൾ. അങ്ങനെ പേരൊക്കെ ഗൂഗിളിൽ നോക്കി കൃത്യമായിട്ട് ഒരു ചേട്ടാ പറഞ്ഞ് ശരിയായില്ല എന്ന് പറയുന്നിട്ടാ. ഞാൻ വേറെ ഒന്നുമല്ല, ഇത് നമ്മൾ പോകുന്ന വഴിക്ക് ഇവന്മാരുടെ കൂടെ പോകുമ്പോൾ വേണം, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കയ്യിലുള്ള മൊബൈലും കൊണ്ട് കാണിച്ച അഭ്യാസങ്ങളൊക്കെയാണ്. അപ്പം അതും നല്ല, അതായത് ഒരു ഡിഫറൻസ്. ഈ ആരാധനാലയങ്ങളിൽ ഒരു ശാന്തതയോ എന്തോ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ ഒരു വഴിപാടാന്ന് തോന്നുന്നത്, ചുറ്റും മണി കെട്ടിയിട്ടുണ്ട്. എല്ലാവരും വന്നിങ്ങനെ മണിയടിച്ച് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തോ നമ്മുടെ ഇവിടുത്തെ നേർച്ച പോലെ അങ്ങനെ എന്തോ സംഭവമാണ്. അതും നമുക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ലിക്വർ എന്ന് പറഞ്ഞാൽ എവിടെയും കിട്ടും. ബിയറൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്. ചില സൂപ്പർ മാർക്കറ്റുകളിൽ ലിക്വർ കിട്ടും. രസമായിട്ട് തോന്നിയ സംഗതി എന്ന് വെച്ചാൽ, റോഡ് സൈഡിൽ നമ്മുടെ ഇവിടുത്തെ പഴയ മറ്റഡോർ വാനില്ലേ, അതുപോലത്തെ ഒരു വാൻ കട്ട് ചെയ്തിട്ട് മൂവിങ് ആണത്. അതിനകത്ത് വളരെ നീറ്റായിട്ട് ഒരു ബാർ സെറ്റ് ചെയ്ത് റോഡ് സൈഡിൽ തന്നെ ആൾക്കാർക്ക് കുറച്ച് ചെയറും സംഗതികളൊക്കെ ഇട്ടുണ്ടാവും. എന്താണ്, ആൾക്കാർക്ക് പോയത് കഴിക്കാം. അതെല്ലാം കഴിഞ്ഞ് അവന്മാർ ആ വാനും മടക്കി കെട്ടി നമ്മുടെ ഇവിടുത്തെ തട്ടുകടകളൊക്കെ പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങ് പൊക്കളയും. നമ്മുടെ നാട്ടിലില്ലാത്തൊരു കാഴ്ച ആയതുകൊണ്ട് പറഞ്ഞ കേട്ടാ. അതുകൊണ്ട് ഇവനെന്താ എപ്പോഴും കള്ളുകൂടി, ഞാൻ അങ്ങനെ കള്ളുകുടിക്കുന്ന ആളൊന്നല്ല കേട്ടാ. അവിടെ ഇപ്പോൾ ഞാൻ കേരളത്തിലെ കാര്യം പറഞ്ഞ, കേരളത്തിന് പുറത്ത് ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഈ സഫാരി ഉണ്ട്. സഫാരി എന്ന് പറഞ്ഞാൽ അതായത് ഓരോ മൃഗങ്ങളുടെ, അതായത് പക്ഷികളുടെ ഒരു ഏരിയ ഉണ്ട്, കാട്ടുപോത്തുകളുടെ ഏരിയ ഉണ്ട്, കടുവയുടെ ഏരിയ ഉണ്ട്, പുലിയുണ്ട്, സിംഹമുണ്ട്. അങ്ങനെ ഒരേ ദൂരം ഇങ്ങനെ കാട് ക്രിയേറ്റ് ചെയ്തതായിരിക്കില്ല, അതിനകത്ത് വിട്ടേക്കുവാണ് ഇതുങ്ങളെ. അപ്പം എന്താ സംഭവം വെച്ചാൽ, നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ കൊണ്ടുപോകുന്ന വണ്ടിയിൽ നമുക്ക് റോഡിലൂടെ പോവാം. അപ്പോൾ ചുറ്റും ചില സ്ഥലത്ത് കാട്ടുപോത്തായിരിക്കും, അത് കഴിഞ്ഞാൽ അടുത്തത് ചിലപ്പോൾ കടുവയായിരിക്കും, സിംഹമായിരിക്കും. വണ്ടിയുടെ അടുത്തോടൊക്കെ വന്ന് പോകും നമ്മൾ. അപ്പോൾ അറ്റാക്ക് ചെയ്യൊന്നുമില്ല. ഇപ്പോൾ കടുവയുടെയൊക്കെ സ്ഥലത്താണെങ്കിൽ അവർ ജിപ്സി ഒരുമാതിരി ഒരു വൈറ്റും ബ്ലാക്കും ലൈൻ അടിച്ചിട്ട്, നമ്മുടെ ഇവിടുത്തെ മാരുതി ജിപ്സി ഇല്ലേ, സെയിം തന്നെയാന്ന് തോന്നുന്നു, സെയിം മോഡൽ വണ്ടിയിൽ അവിടെ അതിൻ്റെ ട്രെയിനേഴ്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാനുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ആൾക്കാർ മിക്കവാറും ഈ കടുവക്കൂട്ടങ്ങളുടെയും സിംഹങ്ങളും ഒക്കെ ഉള്ള ഏരിയയിൽ അവരുടെ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസാണ്. നമ്മളിപ്പോൾ കൂട്ടിലിട്ട് തന്നെ പോയി ഹായ് കടുവ പുലി എന്നൊക്കെ പറഞ്ഞിട്ട് പോരുക എന്നല്ലാതെ, ഇത് അവരുടെ ഇടയ്ക്കോട്ട് നമ്മൾ ചെല്ലുവാണ്. നമ്മൾ വണ്ടിയുടെ അടുത്തോടൊക്കെ ഒന്ന് പോവും. അറ്റാക്ക് ചെയ്യലൊന്നുമില്ല, പക്ഷെ അതും നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. അവിടെ പിന്നെയുള്ളത് ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. വാക്കിംഗ് സ്ട്രീറ്റ് പോയിട്ടുള്ളവർക്കറിയാം. അവിടെ ഡാൻസ് ബാറുകൾ, പലതരം ഷോസ്, ഫുഡ്, അങ്ങനെയുള്ള നല്ല രസമുള്ള കാഴ്ചകളാണ്. പല പല ആക്ടിവിറ്റീസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇച്ചിരി പേര് ദോഷമൊക്കെ ഉള്ള ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്ഥലമാണ്.
ഇതിന് പോകുമ്പോൾ ഇവിടുന്ന് നമുക്കൊരു 4 മണിക്കൂർ ഫ്ലൈയിങ്ങേ ഉള്ളൂ. പിന്നെ അവിടെ ചെന്നാൽ നമുക്കൊരു എനിക്ക് തോന്നുന്നു പാക്കേജ് 39,000 ആണ് മൊത്തം വന്നത്. അതിൻ്റെ അകത്ത് യാത്ര, ഭക്ഷണം, അതായത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ കാലത്ത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം, വൈകിട്ട് നമ്മളുടെ ഓൺ എക്സ്പെൻസാണ്. പിന്നെ 1-2 എൻട്രികൾ, ഇപ്പോൾ ഈ സഫാരി പാർക്ക്, പിന്നെ സൂവ്, അങ്ങനെയുള്ള സംഗതികളിലൊക്കെ ആ ഒരു പൈസയിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഞങ്ങൾ തന്നെ അവിടുത്തെ ഒരു 10,000 രൂപ, അതായത് നമ്മുടെ ഇവിടുത്തെ 25,000 രൂപ കൺവേർട്ട് ചെയ്ത് കൈ പിടിച്ചു. തിരിച്ചു വരുമ്പം ബാക്കിയുള്ളവർക്ക് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി കഴിയുമ്പോൾ ആ പൈസ കൊടുത്ത് ഇന്ത്യൻ മണിയാക്കി, ബാക്കി ഉണ്ടെങ്കിൽ ഇന്ത്യൻ മണിയാക്കി തിരിച്ചു പോരാം. ഇപ്പോൾ ഫാമിലി ആയിട്ടും അല്ലാതെയും പോകാവുന്ന ഒരു നല്ല സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം പൈസ ഉണ്ടാക്കുന്നതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇപ്പോൾ ഒരു മാസം ഒരു 3,000 രൂപ എന്ന് കൂട്ടുക, അല്ലെങ്കിൽ 2,000 രൂപ എന്ന് കൂട്ടുക. 2,000 ഒരു വർഷം 24,000 രൂപയായി. ഓക്കെ, അപ്പോൾ 2-2.5 വർഷം നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഫണ്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരു 10,60,000 രൂപ 70,000 രൂപ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? അതും കൊണ്ട് പോയിട്ട് വരാവുന്ന കാര്യമുള്ളൂ. ഇത് അത്ര ആനുകൂല്യ കേസ് കിട്ടില്ല. പിന്നെ പോകണമെന്ന് താല്പര്യമുള്ളവരെ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്തവരോ പിന്നെ എന്ന് പറഞ്ഞ് മാറിയേക്കുള്ളൂ. യാത്ര ചെയ്യുന്നത് പോകുമ്പം പിന്നെ നമുക്ക് കൂട്ടാൻ കൊള്ളാവുന്ന ആൾക്കാരുമായിട്ട് പോവുകയാണെങ്കിൽ അത് ഒന്നും കൂടെ അതിനൊരു രസം കൂടുതലുണ്ടാവും. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.